ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ടുള്ള ചില ടിപ്സുകളും എച്ച് ടെസ്റ്റും റോഡ് ടെസ്റ്റും എളുപ്പത്തിലെടുക്കാനായിട്ടുള്ള ചില ട്രിക്കുകളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കൃത്യമായിട്ടും വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് എച്ചും റോഡ് ടെസ്റ്റും എളുപ്പത്തിൽ പാസ്സാകാനായിട്ടുള്ള ചില ടിപ്സുകളും എച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില ട്രിക്കുകളുമാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ കോമൺ ആയിട്ട് എല്ലാവരും എച്ച് എടുക്കുന്ന സമയത്തും റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ചെയ്യുന്ന മിസ്റ്റേക്കുകളുമാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എച്ച് എടുക്കുന്ന ഒരു മെത്തേഡ്, എവിടെ വണ്ടി തിരിയണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഈ ഒരു ട്രാക്കിൽ ഞാൻ കാണിച്ചു തരാം. ശേഷം ഞാൻ ഗ്രൗണ്ടിൽ പോയി എച്ച് എടുത്ത ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ അവസാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി കൃത്യമായിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ, നല്ല രീതിയിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ നോക്കുക, ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു എച്ചിൻ്റെ ട്രാക്ക് വരച്ചിട്ടിട്ടുണ്ട്. തുടക്കക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് എച്ച് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കൃത്യമായിട്ട് ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ വാഹനം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നമ്മൾ ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് വാഹനവുമായിട്ട് ആദ്യത്തെ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് നമുക്ക് തിരിക്കേണ്ട, ഇങ്ങനെ നേരെ ഇറങ്ങി വരാൻ കഴിയും. പിന്നെ തിരിയേണ്ട അടുത്തൊരു പോയിന്റ് വരുമ്പോൾ മാത്രം സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി. ട്രാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ കൂടുതലും ഈ ഒരു സൈഡൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇങ്ങനെ കൊടുത്ത് നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലുള്ള റിബണിൽ തട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഈ ഒരു ഭാഗത്തുള്ള കമ്പിയെ തട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ വരിക. ഇങ്ങനെ പോകുന്ന സമയത്തും നമുക്ക് ഒരുപാട് സ്പീഡിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വണ്ടിയുടെ ഈ ടയറിൻ്റെ റണ്ണിങ് നിലനിർത്തി പോവുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു സ്പീഡാണെങ്കിലും മതി. കണ്ടില്ലേ, ഇപ്പോൾ വണ്ടിയുടെ ടയറിൻ്റെ ആ ഒരു അനക്കം നമുക്ക് നിലനിർത്തി ഇങ്ങനെ പതുക്കെ പോവുക. വണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് വെളിയിലിറങ്ങും. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സൈഡിൽ ഒരു കമ്പിയുണ്ട്. ഈ കമ്പിയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ, അതായത് ഈ ഒരു കമ്പിയും കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 അടി അല്ലെങ്കിൽ ഒരു 2 അടി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 അടിയൊക്കെ സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളുടെ വാഹനം നിർത്തുക. ഏകദേശം ഈ ഒരു സ്പേസ് വരുമ്പോൾ നമ്മൾ വാഹനം നിർത്തുക. വാഹനം നിർത്തുമ്പോൾ ഏകദേശം ഒരു 2 അടി സ്പേസ് എങ്കിലും ഇട്ട് നമ്മളിവിടെ വണ്ടിയുടെ ബാക്കിലെ ബമ്പർ നോക്കിയിട്ട് വണ്ടി നിർത്തുന്നു. ഓൾറെഡി നമുക്ക് ഇവിടെ ആയിട്ടൊരു ഗ്യാപ്പും ഉണ്ടാകും, കാരണം നമ്മൾ സെൻറ്ററായിട്ടാണല്ലോ ഇറങ്ങി വരുന്നത്. ഈ ഒരു ഗ്യാപ്പും ഉണ്ടാകും. ഇനി ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒടിച്ചു കഴിയുമ്പോൾ നമുക്ക് ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരാൻ കഴിയും. എന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് നേരത്തെയാണ്, ഇത്രയും ഒക്കെ നേരത്തെയാണ് നമ്മൾ ഒടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ സൈഡിലുള്ള കമ്പിയെ വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കിടിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര അധികം ഇറങ്ങിയിട്ട് വേണം നിങ്ങൾ ഒടിച്ചു തുടങ്ങാൻ. ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എച്ചിൻ്റെ സെൻറ്റർ ട്രാക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നമുക്ക് കൃത്യമായിട്ട് ഈ സെൻറ്റർ ട്രാക്കിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മുടെ വണ്ടി നമുക്ക് കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്നതാണ്. ഇവിടെ വന്ന് നമ്മൾ വണ്ടി സ്ലോ ചെയ്തതിന് ശേഷം നമ്മൾ വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് ടയർ നേരെയാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ ഈ ഒരു ചില്ല് നോക്കുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ചില്ലിലൂടെ നമുക്ക് ഈ കമ്പി, ഈ സൈഡിലുള്ള കമ്പി ആദ്യം കാണുമ്പോൾ തിരിച്ചു കൊടുക്കണം. കാരണം ഈ അടുത്ത് നമ്മൾ തിരിയേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് വരേണ്ടത്. ഇപ്പോൾ ഏകദേശം വന്നു കഴിഞ്ഞാൽ തിരിയത്തില്ല. അതിന് നമ്മളിത് ഏകദേശം വണ്ടി കുറച്ച് ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററൊക്കെ ആകുമ്പോഴത്തേന്, അതായത് ഈ കമ്പിയുടെ ഇടയിൽ ഏകദേശം വണ്ടി സെൻറ്ററായിട്ട് വരുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ഈ വൈറ്റ് ചില്ലിലൂടെ ഈ കമ്പി കാണാം, ക്ലിയർ ആയിട്ട് കാണാം. കാണുന്ന ആദ്യ ടൈം തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തിരിഞ്ഞ് കൃത്യമായിട്ടും വരാം. ഇങ്ങനെ നമ്മൾ അടുത്തൊരു ട്രാക്കിലേക്ക് തിരിഞ്ഞു വന്നാൽ ഉടൻ തന്നെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ടയർ നേരെയാക്കി കൊടുക്കണം. ടയർ നേരെയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ റിവേഴ്സ് ഇത്തരത്തിൽ ഇറങ്ങി വരാം. ഇത്തരത്തിൽ ഇറങ്ങി വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ നോക്കുക, നമ്മളിങ്ങനെ സെൻട്രൽ ട്രാക്കിൽ ആദ്യം തന്നെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാക്കിൻ്റെ സെൻട്രലായിട്ട് വാഹനം ബാക്ക് ഇറങ്ങി വരാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ പതിയെ വാഹനവുമായിട്ട് മുന്നോട്ട് നീങ്ങുക.
ഈ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വെളിയിലിറങ്ങുന്നു. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഈ കമ്പിയാണ്. ഈ കമ്പി നിങ്ങൾ നോക്കേണ്ടത് ഏകദേശം ഈ ഒരു ചില്ലിൽ നമ്മളുടെ കമ്പി കാണുമ്പോൾ, അതായത് ഈ സൈഡിൽ കാണുന്ന കമ്പി കാണുമ്പോൾ നമ്മൾ ഒടിച്ചു തുടങ്ങണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം ബാക്കിലേക്ക് ഇറങ്ങി ഈ ഒരു പൊസിഷൻ വരുമ്പോഴാണ് നമുക്ക് ഒടിച്ചു കൊടുക്കുന്നത്. ഒരു കാരണവശാൽ ഇവിടെ ഒന്നും വരുമ്പോൾ ഇത്ര നേരത്തെ ഒന്നും ഒടിച്ചു കൊടുക്കരുത്. ഏകദേശം നിങ്ങൾ നോക്കുക, ഈ ഒരു അളവിൽ തന്നെ വരുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു കൊടുക്കുക. ഇതേ ഈ ഒരു അളവിൽ ഏകദേശം ഒരു 2 അടി സ്പേസ് ഇട്ട് വരുമ്പോൾ നമ്മളിത് വണ്ടി ഇങ്ങനെ ഫുൾ ഒടിച്ചു കൊടുക്കുക. ഫുൾ ഒടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും തിരിഞ്ഞിട്ട് ഈ ട്രാക്കിലേക്ക് വരാൻ കഴിയും. ഈ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, പിന്നെ എവിടെയും നിങ്ങൾ നോക്കണ്ട, കൃത്യമായിട്ട് ഈ ഒരു കമ്പി നോക്കിയാൽ മതി. ഈ കമ്പി, അതായത് ഈ കമ്പി നോക്കുക. അതോടൊപ്പം തന്നെ ടയർ നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. പിന്നെ ഏകദേശം ഈ കമ്പിയുടെ സെൻറ്ററിലായിട്ട് നമ്മുടെ വണ്ടി ഏകദേശം ഈ ഒരു അളവിൽ വരുമ്പോഴത്തേന് നമ്മൾ വണ്ടി സ്ലോ ചെയ്തിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് നമ്മൾ ഏത് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കണം, വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. വലത്തെ സൈഡിലേക്ക് ഒടിക്കുമ്പോൾ നമുക്ക് ട്രാക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യണം, വീണ്ടും ടയർ നേരെയാക്കിയിട്ട് ബൈക്കിലേക്ക് ഇറങ്ങി വരാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, എച്ച് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. പല ആൾക്കാരും എച്ച് ആദ്യം തന്നെ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകാറുണ്ട്. നിങ്ങൾക്ക് അത് ഉണ്ടായി കാണും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഗിയർ മാറിപ്പോകുന്നു. കൃത്യമായിട്ട് നമ്മൾ എച്ച് എടുക്കുമ്പോൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന് കിടക്കുന്ന തേർഡ് ഗിയർ അറിയാതെ പോലും ഇടാൻ പാടില്ല. പല ആൾക്കാർ അറിയാതെ ഫസ്റ്റ് ഗിയർ ആണെന്ന് ഓർത്ത് തേർഡ് ഗിയർ ഇടും, ക്ലച്ചിൽ നിന്ന് കാലയക്കും. ടോർക്ക് കുറഞ്ഞ തേർഡ് ഗിയർ ആയതുകൊണ്ട് തന്നെ വാഹനം മുന്നോട്ട് നീങ്ങത്തില്ല. നമുക്ക് വെയിറ്റായ ഒരു വാഹനത്തെ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ടോർക്ക്, ഒരു പവർ നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഗിയറിലേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പല ആൾക്കാർക്കും അതുപോലെ തന്നെ വണ്ടി ഓഫാകാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ടും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മളൊരു നിരപ്പ് റോഡിൽ അല്ലെങ്കിൽ ഒരു നിരപ്പ് ഗ്രൗണ്ടിൽ എച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടി ആദ്യമായിട്ട് നീങ്ങുന്ന ആ ഒരു പൊസിഷനാണ് ഹാഫ് ക്ലച്ച്. ഈ ഹാഫ് ക്ലച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാനായിട്ട്. മുന്നോട്ടെടുക്കുമ്പോൾ ഈ ഹാഫ് ക്ലച്ച് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൊടുക്കുക. നിരപ്പ് ഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ തന്നെ വണ്ടി മെല്ലെ റൺ ചെയ്ത് തുടങ്ങും. റൺ ആകുന്നില്ലെന്ന് തോന്നിയാൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ വണ്ടി വീണ്ടും മൂവ് ആകും. മൂവ് ആയതിനു ശേഷം വീണ്ടും ആക്സിലറേറ്ററിൽ നിന്ന് അയക്കുക. വീണ്ടും ക്ലച്ച് കൺട്രോൾ ചെയ്ത് നിങ്ങൾ എച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പോയിന്റ്, കൺഫ്യൂഷനൊക്കെ കയറിയിട്ട് പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എച്ച് ട്രാക്കിൽ ഫസ്റ്റ് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ബ്രേക്കെ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചെ നയിക്കാൻ ശ്രമിക്കും. അതായത് ബ്രേക്കെ കാല് വെച്ചേക്കും, എന്നിട്ട് ക്ലച്ച് നയിക്കും. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കാണും, പക്ഷേ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് നയിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി വണ്ടി മുന്നോട്ട് പോകാതെ ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കാണ്. ക്ലച്ച് നയിക്കാൻ നമ്മൾ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് ക്ലച്ച് നയിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. ബ്രേക്ക് പെഡലെ നിങ്ങൾ കാല് വെക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്നെടുത്ത് ആക്സിലറേറ്റർ പെഡലിൻ്റെ മേളിൽ വെറുതെ കാല് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുക. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മുന്നോട്ട് എടുക്കുക. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും എച്ച് എടുക്കുമ്പോൾ വണ്ടി ഓഫാകുന്ന മറ്റൊരു സിറ്റുവേഷനാണ് എച്ചിൻ്റെ സെൻട്രൽ ട്രാക്കിലേക്ക് വാഹനം വരുന്ന സമയത്ത്. നമ്മൾ റിവേഴ്സ് എടുത്ത് എച്ചിൻ്റെ സെൻട്രൽ ട്രാക്കിലേക്ക് വരുമ്പോൾ പലപ്പോഴും ബിഗിനേഴ്സിന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയാതെ വരും. സ്പീഡിൽ വണ്ടി ആ സെൻട്രൽ ട്രാക്കിലേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ അവിടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി സൈഡിലുള്ള കമ്പികളിലേക്കോ അല്ലെങ്കിൽ സൈഡിലുള്ള റിബണിലേക്കോ ഒക്കെ ചേരാതെ കൃത്യമായിട്ടും എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ട്രാക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടുതലാണെങ്കിൽ ബ്രേക്കേൽ നിങ്ങൾ ക്ലച്ചിൽ കാല് വെക്കുന്നതിനോടൊപ്പം തന്നെ ജസ്റ്റ് ബ്രേക്കേലും കൂടെ വെച്ച് നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതും ബാലൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്യണം. നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കൂടുമ്പോൾ ബ്രേക്ക് ചെയ്ത് ചെറുതായിട്ട് ക്ലച്ചും കൂടെ അമർത്തി കൊടുക്കുക. അതായത് ക്ലച്ചേലും കൂടെ ചവിട്ടി പിടിച്ച് ബ്രേക്ക് ചെയ്ത് വാഹനം ബാക്കിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് എച്ചിൻ്റെ ട്രാക്കിലേക്ക്, സെൻട്രൽ ട്രാക്കിലേക്ക് വരാൻ കഴിയുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു, വീണ്ടും നമുക്ക് വാഹനം നീക്കാനായിട്ട് ഉള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയും അതോടൊപ്പം തന്നെ ജസ്റ്റ് നിങ്ങൾ ക്ലച്ചിൽ നിന്നൊപ്പം കാലയച്ച് വാഹനം ബാക്കിലേക്ക് എടുക്കുക. പിന്നെ എങ്ങോട്ടാണോ തിരിക്കേണ്ടത് ആ ഒരു സൈഡിലേക്ക് തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇനി അതുപോലെ തന്നെ ബിഗിനേഴ്സ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മിസ്റ്റേക്കാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാതെ എച്ചെടുക്കും. പല ആൾക്കാരും മറന്നുപോകും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാൻ. നിങ്ങൾ കൃത്യമായിട്ടും എച്ചെടുക്കുന്ന സമയത്ത് അത് ഓർത്തോണം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് മാത്രമേ എച്ചെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടിയുടെ വേഗത കുറയും,
വണ്ടി ഓഫായി പോകും, ചിലപ്പോൾ വണ്ടി മുന്നോട്ട് പോലും എടുക്കാൻ തന്നെ കഴിയാതെ വരും. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് എച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പറയാം. പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണ്, റോഡ് ടെസ്റ്റിൽ എല്ലാ ഗിയറും മാറണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓടിച്ചു പോകുന്ന റോഡ് സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ എല്ലാ ഗിയറും മാറി തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുക. നമ്മളൊരു കയറ്റത്താണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ എല്ലാ ഗിയറും നമുക്ക് മാറാൻ പറ്റുമോ? ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ വരെ നമുക്ക് ഒരു പരിധി വരെ കൊടുക്കാൻ കഴിയും. വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഒരു ചെറിയ ഇറക്കത്തോട് കൂടിയ റോഡാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഗിയറും മാറാം. എന്നാൽ നിരപ്പ് റോഡിലാണെങ്കിൽ ആവറേജ് എല്ലാ ഗിയറും മാറാം. വളവോട് കൂടിയ റോഡാണെങ്കിൽ നമുക്ക് എല്ലാ ഗിയറും മാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഗിയർ ഇടുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് ഓഫ് ചെയ്തിട്ട് വാഹനം മുന്നോട്ടെടുക്കുക. പിന്നെ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക. സിഗ്നലുകൾ കൃത്യമായിട്ട് വാഹനത്തിന് ഇൻഡിക്കേറ്റർ സിഗ്നലുകൾ കൃത്യമായിട്ട് കാണിക്കുക. ഹാൻഡ് സിഗ്നലുകളും കൃത്യമായിട്ട് കാണിച്ച് മാത്രം വാഹനം മുന്നോട്ടെടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വാഹനത്തിൻ്റെ എച്ച് ടെസ്റ്റും റോഡ് ടെസ്റ്റും ഒക്കെ പാസ്സായി നിങ്ങൾക്ക് ലൈസൻസ് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ബിഗിനേഴ്സിനും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വളരെ എളുപ്പത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.